ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ദിവസത്തെ വായനകളിലൊക്കെ ഉയർന്നു നിൽക്കുന്നത് ഒരു കുടുംബമാണ്. ബഥാനിയയിലെ ലാസറിൻ്റെ കുടുംബം. പെസഹ പെരുന്നാളിന് മുമ്പായി യേശു തമ്പുരാൻ ലാസറിൻ്റെ കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ ലാസർ പന്തിയിലിരിക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു. മറിയ ക്രിസ്തുവിനോട് കൂടിയിരിക്കുന്നു, മാർത്ത ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ അവസരങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, വളരെ സന്തോഷത്തിൻ്റെയും വളരെ ദൈവിക കൃപയുടെയും ഒരു ഭവനമായി ലാസറിൻ്റെ ഭവനം മാറിക്കഴിഞ്ഞിരുന്നു എന്നതാണ്. മാറിക്കഴിഞ്ഞിരുന്നു എന്നതിൽ അർത്ഥമാക്കുന്നത് ആദ്യം അങ്ങനെ അല്ലായിരുന്നു എന്നുകൂടിയാണ് എന്നുള്ളത് മറന്നു പോകരുത്. ക്രിസ്തു ആദ്യമായി ലാസറിന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ലാസറിന്റെ ഭവനത്തിൽ വളരെ അതൃപ്തികൾ നിറഞ്ഞിരുന്ന ഒരു ഭവനമാണ്. മാർത്തയും മറിയയും തങ്ങളുടെ കർത്തവ്യത്തെ സംബന്ധിച്ച് പരസ്പരം വഴക്ക് പിടിക്കുന്നു. ആ ഭവനത്തിൽ ലാസറിന്റെ സാന്നിധ്യമില്ല. സന്തോഷവും സമാധാനവും നഷ്ടപ്പെട്ട് പരസ്പരം പിറുപിറുക്കുന്ന ഒരു ഭവനമായിട്ടാണ് ആ ഭവനത്തെ കാണുന്നത്. എന്നാൽ നിരന്തരമായ ക്രിസ്തു സാന്നിധ്യം ആ ഭവനത്തെ പുതുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബജീവിതത്തിലും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഒരു നിമിഷമുണ്ടായി എന്നതുകൊണ്ട് മാത്രം മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. നിരന്തരമായി ക്രിസ്തുവിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ നമ്മളുടെ ഭവനങ്ങൾ ദൈവീകമായ ഭവനങ്ങളായി തീരൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ക്രിസ്തു സാന്നിധ്യത്തിൽ മുമ്പോട്ട് പോകുവാൻ ഇടയാക്കുവാനാണ് ഈ ലാസറിന്റെ ഭവനം നമ്മളെ പഠിപ്പിക്കുന്നത്. തങ്ങളുടെ കുറവുകൾക്കിടയിലും ക്രിസ്തുവിന് ഇടം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് ഈ ഭവനത്തിൻ്റെ വലിയ ഒരു പ്രത്യേകത. വലിയ സമ്പത്തോ വലിയ മാഹാത്മ്യങ്ങളോ സമൂഹത്തിൽ വലിയ വിലയോ ഉള്ള ഭവനങ്ങളൊന്നുമായിരുന്നില്ല. പക്ഷേ തങ്ങൾ ഉള്ള അവസ്ഥയിൽ ഉള്ള അനുഭവത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ അവർക്ക് കഴിഞ്ഞു എന്നതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി മാറുന്നത്. എല്ലാം തികഞ്ഞിട്ട് ദൈവത്തെ അന്വേഷിക്കാമെന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും നടക്കത്തില്ല എന്ന് ആദ്യമേ ഓർപ്പിച്ചു കൊള്ളട്ടെ. ദൈവബന്ധത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നത് പലതും കാണും. ചിലപ്പോൾ നമ്മുടെ പണത്തിനു വേണ്ടിയിട്ടുള്ള ഓട്ടമായിരിക്കാം, ചിലപ്പം പണം കൂടിയതാകാം, അഹങ്കാരമാകാം, ജോലി തിരക്കുകളാകാം, ജോലി അന്വേഷണമാകാം, ചില കൂട്ടുകെട്ടുകളാകാം, സംഘബലങ്ങളാകാം, മദ്യപാനങ്ങളാകാം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ക്രിസ്തുവിൽ നിന്ന് അകറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത് റോമാലേഖനത്തിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ നഗ്നതയോ ആപത്തോ വാളോ ഇതൊന്നിനും ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൽ നിന്ന് അകറ്റുവാൻ സാധിക്കത്തില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. വേദനകൾ ജീവിതത്തിൽ വരാം, പക്ഷെ അതിനും അപ്പുറമാണ് ദൈവസ്നേഹമെന്നാണ് പൗലോസ്ലീഹ തന്റെ ജീവിതത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വേദനയുടെ ആഴ്ചയിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ആഴ്ച നമ്മളോട് പറഞ്ഞു തരുന്നതും വേദനകൾക്ക് അപ്പുറമായിട്ടുള്ള ഒരു വലിയ ദൈവസ്നേഹത്തെ പറ്റിയാണ്. ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടും ലാസറിന്റെ ഭവനത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും മരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ പ്രയാസങ്ങളിൽ കൂടെ തമ്പുരാനുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ കുടുംബജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്. പ്രയാസങ്ങളിൽ കൂടിയുള്ള ഒരു ജീവിതമാണ് മനുഷ്യൻ്റേത്. എന്നാൽ തമ്പുരാൻ പറയുന്നത്, നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് കഷ്ടതകളുണ്ട്, പക്ഷെ ആ കഷ്ടതയിൽ നിങ്ങളോടുകൂടെ ഞാനുണ്ട് എന്നുള്ള വലിയ ഒരു സന്ദേശമാണ്. ഉയർപ്പ് പെരുന്നാളിലേക്ക് നമ്മൾ യാത്രയാകുമ്പോഴും ക്രിസ്തു നമ്മളോട് പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, പക്ഷേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ട് എന്നുള്ള വലിയ ഒരു ഉറപ്പാണ്. നിങ്ങൾ ഭൂമിയിൽ കഷ്ടതയുണ്ടെങ്കിലും ഭയപ്പെടേണ്ട എന്നുള്ള ഒരു വാക്കുകൂടി ഈ അവസ്ഥയിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ ഒരു കൊട്ടാരത്തിലേക്ക് ഒരു സന്യാസി ശ്രേഷ്ഠനെ രാജാവ് വിളിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അതിനുശേഷം ചെറുപുഞ്ചിരിയോടുകൂടി ഈ സന്യാസിയോട് രാജാവ് ചോദിക്കുന്നുണ്ട്, എന്താണ് എനിക്ക് നൽകുവാനുള്ള സന്ദേശം? സന്യാസി ചെറുപുഞ്ചിരിയോടുകൂടി അദ്ദേഹത്തോട് പറയുന്ന വാക്കിങ്ങനെയാണ്, ഒരു കാരാഗ്രഹത്തിലാക്കുകയാണ്. കുറെ നാൾ കഴിഞ്ഞു, കാലങ്ങൾ മാറി, പ്രയാസങ്ങളിൽ കൂടിയും വറുതിയിൽ കൂടിയും പരാജയങ്ങളിൽ കൂടിയൊക്കെ രാജാവ്
രാജാവ് പോവുകയാണ്. അപ്പോഴാണ് രാജാവ് ഓർക്കുന്നത് പണ്ട് താൻ ഒരു കാരാഗ്രഹത്തിലാക്കിയ സന്യാസിയെ പറ്റി. വീണ്ടും അദ്ദേഹത്തെ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം ഇത് തന്നെയാണ്: ഈ കാലവും കടന്നുപോകും, ഈ സമയവും കടന്നു പോകുമെന്ന്. ജീവിതത്തിൽ വിജയത്തിൽ ഒരിക്കലും മതിമറന്നു പോകരുത്. പലപ്പോഴും നമുക്കുണ്ടാകുന്ന വിജയത്തിൽ നമ്മൾ അഹങ്കരിച്ചു പോകാറുണ്ട്. ഈ വേദഭാഗങ്ങളും ഈ ദിവസങ്ങളും നമ്മളോട് പറയുന്നത് വിജയം മതിമറക്കുവാനുള്ളതല്ല, പരാജയം നിരാശപ്പെടാനുള്ളതുമല്ല എന്നാണ്. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകാത്ത മനുഷ്യർ ആരും തന്നെ ഉണ്ടാകത്തില്ല. പക്ഷേ പരാജയത്തിൽ നമ്മൾ തളർന്നു പോയാൽ, നിരാശപ്പെട്ടു പോയാൽ നമ്മളെ രക്ഷിക്കുവാൻ തമ്പുരാന് പോലും സാധിക്കത്തില്ല. അതുകൊണ്ട് പ്രത്യാശയോടുകൂടി തമ്പുരാന്റെ കരങ്ങളിൽ കൂടി നമുക്ക് യാത്ര ചെയ്യാം. നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് തന്നെയാണ് ഈ ഭാഗം നമ്മളോട് പറയുന്നത്. പരിശ്രമിക്കുവാൻ മടിയുള്ള ദാസനെ പറ്റി വേദപുസ്തകം പറയുന്നത് അവൻ തനിക്ക് കിട്ടിയ നാണയം കുഴിച്ചിടുന്നതായിട്ടാണ്. ഓർക്കുക, പരിശ്രമിക്കാത്തവന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകത്തില്ല. അതോടൊപ്പം തന്നെ ഈ ദിവസത്തെ വായനകളിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്: കൈസർക്ക് കരം കൊടുക്കണോ എന്ന്. ക്രിസ്തു ഇങ്ങനെയാണ് പറയുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 17-ാം വാക്യത്തിൽ ക്രിസ്തു അവരുടെ ദുഷ്ടത അറിഞ്ഞു എന്നാണ് പറയുന്നത്. കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്നാണ്. നിങ്ങൾ ജീവിക്കുന്ന രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്നുകൂടിയാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നത്. രാജ്യം പറയുന്ന ചില നിയന്ത്രണങ്ങൾ അത് നല്ലതിനാണെങ്കിൽ അത് അനുസരിക്കുക തന്നെ വേണം എന്ന് നമ്മൾ മറന്നു പോകരുത്. സ്റ്റേ അറ്റ് ഹോം. ആഗോള മാനവജാതിയുടെ നന്മയ്ക്കായിട്ട് ലോകം മുഴുവനുള്ള രാഷ്ട്രങ്ങൾ തങ്ങളുടെ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യങ്ങളിലൊന്നാണ് സ്റ്റേ അറ്റ് ഹോം എന്ന്. അതിലെ നന്മകൾ തിരിച്ചറിഞ്ഞ് അതിനെ അനുസരിക്കുക എന്നുള്ള ഒരു ചുമതല നമുക്ക് കൂടി ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. കൂടുതൽ നന്മ ചെയ്യുവാനും കൂടുതൽ പ്രാർത്ഥിക്കുവാനും പുതിയ ഊർജത്തോടെ ദേവാലയത്തിലേക്ക് വരുവാനും ഈ ദിവസങ്ങൾ നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിലെ ചിന്തകളിൽ ഒറ്റിക്കൊടുക്കുന്ന ഒരു ശിഷ്യനെയും നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിനെ വിറ്റ് ധനം വാങ്ങുവാനുള്ള ഒരു വലിയ തത്രപ്പാടിലാണ് അദ്ദേഹം. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ആ ധനം കൊണ്ട് ഒന്നും നേടുവാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായി അവശേഷിക്കുകയാണ്. പുതിയ കാലഘട്ടത്തിലും പുതിയ ലോകക്രമത്തിലും പ്രത്യേകിച്ച് ദൈവത്തെയൊക്കെ മറന്ന് ഭൗതികതയിലും പണത്തിന്റെ പിന്നാലെയുള്ള യാത്രയിലും മദ്യപാനത്തിലും സ്വാർത്ഥതയിലുമൊക്കെ ലോകം മുഴുവൻ മുന്നേറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ തമ്പുരാൻ നമ്മളോട് പറയുന്നത് ഇങ്ങനെയുള്ള കാലഘട്ടത്തിന്, ഇങ്ങനെയുള്ള ജീവിതക്രമത്തിന് നേടുവാൻ സാധിക്കുന്നത് യൂദായ്ക്ക് നേടുവാൻ സാധിച്ച ധനം പോലെ മാത്രമാണ്. അതിന് നിലനിൽപ്പില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് റഷ്യൻ ചിന്തകൻ പരിഹസിക്കുന്നുണ്ട് നമ്മളെയൊക്കെ. യൂദ 30 വെള്ളിക്കാശിന് ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തു. നമ്മൾ അതിനൊക്കെ എത്രയോ കൂടുതലാണ് ക്രിസ്തുവിനെ വിറ്റ് നേടുന്നതെന്ന്. പരിസരങ്ങളിലെ കച്ചവട താല്പര്യങ്ങൾ മതത്തിലും കൂടിയിട്ടുണ്ട്. സുഭിക്ഷതയുടെ പുതിയ സുവിശേഷം ശാപമുക്തി പറഞ്ഞ് സാധാരണ ജനങ്ങളെ വഴിതെറ്റിക്കുന്നു. അവരുടെ ചില്ലിക്കാശ് കൊണ്ട് സൂപ്പർ മാർക്കറ്റുകളും ഹോട്ടൽ ശൃംഖലകളും ഷെയർ മാർക്കറ്റുകളിലെ വലിയ ഓഹരികളും ഒക്കെ നേടുന്ന ഈ കാലയളവിൽ ആധ്യാത്മികതയിൽ വഴിതെറ്റുകൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ സഭ ആധ്യാത്മികതയെ ഒരിക്കലും ഒരു കച്ചവടമാക്കി കാണുന്നില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കൂടെ മുമ്പോട്ട് നയിക്കുന്ന ഒരു ദൈവസ്നേഹത്തെ പറ്റി മാത്രമേ പരിശുദ്ധ സഭ നമ്മളെ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അഥവാ വേദനയിൽ കൂടി തെളിഞ്ഞു വരുന്ന ദൈവസ്നേഹമാണ് നമ്മളെ പരിശുദ്ധ സഭ പഠിപ്പിക്കുന്നത്. തമ്പുരാൻ നഷ്ടപ്പെടുന്ന ധനത്തിന് നിലനിൽപ്പില്ല എന്നുള്ളത് മറന്നു പോകരുത്. തമ്പുരാനെ വിറ്റിട്ടുള്ള ആധ്യാത്മികതയ്ക്കും നിലനിൽപ്പില്ല എന്നുള്ളതും നമ്മൾ മറന്നു പോകരുത്. വീണ്ടും ലാസറിന്റെ ഭവനത്തിലേക്ക് തന്നെ കടന്നു വരാം. ലാസറിന്റെ ഭവനത്തിൽ ഒരു വലിയ ഉയർച്ചയൊന്നും വേദപുസ്തകത്തിൽ പറയുന്നില്ല. പക്ഷേ ഏത് സാഹചര്യത്തിലും ക്രിസ്തു സാന്നിധ്യം ആ ഭവനത്തിലുണ്ട്. നമ്മൾ ആദ്യമേ പരിശോധിച്ചു, യേശു തമ്പുരാൻ ആ ഭവനത്തിലേക്ക് ആദ്യം കടന്നു ചെല്ലുമ്പോൾ
മാർത്ത മറിയയുമായി പെറുപെറുപ്പ്, മറിയയ്ക്ക് മാർത്തയുമായി പെറുപെറുപ്പ്. ലാസർ ഈ പെറുപെറുപ്പ് കാരണം ഭവനങ്ങളിൽ നിന്ന് ദൂരേക്ക് മാറിപ്പോയിരിക്കുകയാണ്. പിന്നീട് ക്രിസ്തു ആ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ മരിച്ച ലാസറിനെയാണ്, ചീഞ്ഞു നാറിയ ലാസറിനെയാണ് കാണുന്നത്. ആ ഭവനത്തിന്റെ ചില ദുഷിപ്പുകളൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. പക്ഷെ അവസാനം ക്രിസ്തു ആ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ മറിയ പഴയ പോലെ ക്രിസ്തുവിന്റെ കാൽക്കലുണ്ട്. മാർത്ത തൻ്റെ അടുക്കളയിലുള്ള വേലയിലാണ്. ലാസറും ആ ഭവനത്തിൽ ക്രിസ്തുവിനോടൊപ്പം പന്തിയിലാണ്. അവരവരുടെ മേഖലകളിൽ, അടുക്കളയിലാകട്ടെ, ക്രിസ്തുവിന്റെ ഒപ്പമാകട്ടെ, പന്തി ഭോജനത്തിലാകട്ടെ, ഒക്കെ അവരവരായിരിക്കുന്നിടത്ത് അവരവരുണ്ട്. പക്ഷെ ഒരു പ്രത്യേകത മാത്രം അവിടെയുണ്ട്. പരസ്പരമുള്ള പിറുപിറുപ്പുകളില്ല, പരസ്പരമുള്ള വിദ്വേഷങ്ങളില്ല. തങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ തങ്ങൾ ചെയ്യുന്ന കർത്തവ്യങ്ങൾക്കിടയിൽ കൂടി ദൈവത്തെ അവർ മഹത്വപ്പെടുത്തുകയാണ്. ക്രിസ്തു ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളെ ആക്കിയിരിക്കുന്ന മേഖലകളിൽ, അതൊരു കൃഷിക്കാരനാകട്ടെ, ഒരു അധ്യാപകനാകട്ടെ, ഒരു രാഷ്ട്രീയ നേതാവാകട്ടെ, ഒരു പള്ളിയിലെ അച്ഛനാകട്ടെ, ശുശ്രൂഷക്കാരാകട്ടെ, ഏതു മേഖലകളിലാണെങ്കിലും ആ മേഖലകളിൽ വിശ്വസ്തയോടുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെയാണ് നമ്മൾ ദൈവസ്നേഹം ഉണ്ടാകുന്നത്. ദൈവസ്നേഹം മനുഷ്യ സ്നേഹത്തിൽ കൂടിയാണ് തെളിഞ്ഞു വരുന്നത്. പത്രോസിന്റെ ലേഖനം ഇങ്ങനെ പറയുന്നു, 4-ാം അധ്യായം 8-ാം വാക്യം: സകലത്തിലും മുമ്പേ തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരായിരിപ്പീൻ. എല്ലാത്തിനും മുമ്പേ തന്നെ സ്നേഹമുണ്ടായിരിക്കണമെന്ന്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. യഥാർത്ഥമായ ദൈവസ്നേഹവും യഥാർത്ഥമായ സഹോദര സ്നേഹവും ഉണ്ടാകട്ടെ. ഈ ദിവസങ്ങളിൽ കുരിശിങ്കിലേക്കുള്ള യാത്രയിൽ തമ്പുരാന്റെ വേദനയിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ തമ്പുരാൻ കാണിച്ചു തന്ന ആ സ്നേഹത്തിന്റെ മാതൃക നമ്മുടെ മുമ്പിൽ ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് പെസഹ പെരുന്നാളിന് വേണ്ടി ഈ ദിവസങ്ങൾ നമ്മൾ ഒരുങ്ങുമ്പോൾ, ദൈവമേ, വിശുദ്ധ കുർബാനയുടെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളെ മായ്ക്കണമേ. നിന്റെ കഷ്ടാനുഭവത്തിൽ, നിന്റെ വേദനയിൽ പങ്കാളികളാകുമ്പോൾ തമ്പുരാനെ, ഒരുപക്ഷെ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്കാകുന്നില്ല. കണ്ണുനീരോടുകൂടി ഞങ്ങൾ ഈ ഭവനങ്ങളിൽ കഴിച്ചു കൂട്ടുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പുതിയ പുലരിക്കായി, നന്മയുടെയും സ്നേഹത്തിന്റെയും സത്യസന്ധതയുടെയും ഒരു നല്ല നാളേക്കായി നമുക്ക് ഭവനങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി ചെലവിടാം. സ്റ്റേ അറ്റ് ഹോം വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ദൈവം അനുഗ്രഹിക്കട്ടെ.